ഓക്കെ. ഓക്കെ. അപ്പൊ ബ്രിട്ടീഷുകാര് ഇന്ത്യയിലേക്ക് വന്നത് ബ്രിട്ടീഷുകാർ മാത്രമല്ല, വേറെയും കുറെ ആൾക്കാർ ഇന്ത്യയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം ഇവരൊക്കെ കച്ചവട ആഗ്രഹത്തിന് മാത്രമാണ്, ഒരു കച്ചവടത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ത്യയിലേക്ക് വന്നതൊക്കെ. പിന്നീട് അവരെന്ത് ചെയ്തു തുടങ്ങി, നമ്മൾ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങി. പിന്നെ അവർക്ക് അധികാരം കിട്ടണം. പിന്നെ നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യനെ ഒരു കോളനി ലെവലിലേക്കൊക്കെ എത്തി. അങ്ങനെ 1857 ഒക്കെ ആയപ്പോഴത്തേക്കും പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചു. അതിന് കുറച്ചൊക്കെ കാരണങ്ങൾ, ഈ ബ്രിട്ടീഷുകാര് ഭയങ്കര മോശമായ രീതിയിലാണ് ഇന്ത്യക്കാരോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ഭയങ്കര അധികാര മോഹത്തോടു കൂടിയായി ഇപ്പൊ കുറച്ച് ഭരണമൊക്കെ തുടങ്ങി. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങി. നമ്മുടെ പല രീതിയിൽ ചൂഷണങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമായി നമുക്ക്. അങ്ങനെ 1857 ആദ്യമായിട്ട് ഒരു സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിലേക്ക് വന്നത്. ഇത് 1857 ഈ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഈ വിപ്ലവം നടക്കുന്നത് 1857. അപ്പോ ഈ 1857 നമ്മൾ പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ്. നമ്മൾ ഇന്ന് കാണുന്ന 1947 സ്വാതന്ത്ര്യം കിട്ടിയ പോലെയൊന്നും അത്രയ്ക്ക് അത്രയ്ക്കൊന്നും ഒരു സമരമുറയിലൂടെ പോയ ഒരു സംഭവം അല്ലായിരുന്നു 1857. പക്ഷെ ഇതാണ് ആദ്യമായിട്ടൊരു റിയാക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നത്. ഈ ബ്രിട്ടീഷുകാർ, നിങ്ങൾക്ക് അറിയാം, ദാദാഭായ് നവറോജിയുടെ ഒക്കെ ചോർച്ചാ സിദ്ധാന്തത്തിലൊക്കെ പറയുന്നുണ്ട്, ഇവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസും ഇവിടെ നിന്നുള്ള സാധനങ്ങളും ഒക്കെ കൊണ്ടുപോയി അവര് അവിടെ വലിയ ഫാക്ടറീസിലൊക്കെ പ്രൊഡക്ഷൻ നടത്തി അതൊക്കെ ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്ന് ചെലവാക്കി. അങ്ങനെ ഇന്ത്യനെ ചൂഷണം ചെയ്ത് കൊള്ളയടിക്കും. പിന്നെ ഇവിടെയുള്ള തൊഴിലാളികളെ കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുപ്പിക്കും. അങ്ങനെ ഒരുപാട് സത്യാഗ്രഹങ്ങൾ, ചമ്പാരൻ, അഹമ്മദാബാദ് മില്ല് സമരം, അങ്ങനെയൊക്കെ ഓരോന്നും നമ്മൾ പിന്നീട് കാണും ഓരോന്ന്. അപ്പൊ ഇതിന്റെയൊക്കെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് കുറെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യനെ പിടിച്ചെടുത്തത്. അപ്പൊ ഇതില് 1857 കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയണത് കേട്ടോ. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയണത് 1857 വിപ്ലവമാണ്. ഇത് പൊട്ടിപ്പുറപ്പെട്ട ഡേറ്റ് 1857 മെയ് 10 അപ്പൊ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. അത് പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങാനായിട്ട് ഈ റിവോൾട്ടിലേക്ക് നയിക്കുക, ഇവിടെ കുറെ പേരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഇപ്പൊ ഝാൻസി റാണിയൊക്കെ 1857 വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരാളാണ്. അവരൊക്കെ ഈ ഈ റിവോൾട്ടിൽ പങ്കെടുക്കാൻ അവരുടേതായ നിലനിൽപ്പിന്റെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് ഇവർ മെയിൻ ആയിട്ട് ഇതിൽ പങ്കാളികളായിട്ടുള്ളത്. അത് നമുക്ക് വഴിയെ പറയാം. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10 ഇത് എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീററ്റ് എന്ന സ്ഥലത്താണ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ പറഞ്ഞ 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് ആദ്യമായിട്ട് തുടങ്ങിയത് ഈ സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിലാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടത്. അത് മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ അതിന്റെ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പോ ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. മീററ്റ് ഉത്തർപ്രദേശിലാണ്. ഇനി ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം UP ആണ്. അപ്പൊ ഈ ഡേറ്റ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. 1857 മെയ് 10 മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ. ഇനി ഇതിന്റെ ചിഹ്നമായിട്ട് കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയാണ് ചിഹ്നമായിട്ട് കണക്കാക്കുന്നത്. ഈ ചപ്പാത്തിക്ക് സംഭവത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് ഈ കലാപകാരികൾ ഇങ്ങനെ രഹസ്യമായിട്ട്, നമ്മുടെ ഇന്നത്തെ പോലെ അത്ര ഡെവലപ്ഡ് അല്ലല്ലോ അന്ന് കമ്മ്യൂണിക്കേഷനൊക്കെ. അപ്പോ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചപ്പാത്തിയിലാണ് രഹസ്യമായിട്ട് സന്ദേശങ്ങൾ ഓരോന്നൊക്കെ അറിയിക്കണത്. ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു, ഇനി അവിടെ അങ്ങനെ അങ്ങനെ രഹസ്യമായിട്ടുള്ള മെസ്സേജുകൾ പാസ് ചെയ്യണത് ഇവര് ചപ്പാത്തിയിലാണ്. ചപ്പാത്തി ആകുമ്പോൾ ആരും അങ്ങനെ സംശയിക്കില്ല. ചപ്പാത്തിയിൽ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് ചപ്പാത്തി സംഭവം എന്നൊക്കെ പറയും. ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. അതായത് ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ചിരുന്ന ചപ്പാത്തിയിൽ അവര് ഈ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ രഹസ്യ കോഡിൽ ചപ്പാത്തിയിൽ എഴുതി അവരുടേതായ പ്രാദേശിക ഭാഷകൾ എഴുതി വേറൊരു ഗ്രാമത്തിലേക്ക്
കൊടുക്കും. അങ്ങനെ ഈ ചപ്പാത്തി ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത്. അതൊക്കെ ഒരു ചപ്പാത്തി സംഭവം എന്നും പറഞ്ഞ് ഉണ്ടായ ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ബ്രിട്ടീഷുകാർ ഈ പറഞ്ഞ 1857 വിപ്ലവത്തിന് നൽകിയ പേരാണ് സിപ്പായി ലഹള. സിപ്പായി ലഹള എന്ന് പറഞ്ഞ പേരാണ് ബ്രിട്ടീഷുകാർ ഈ വിപ്ലവത്തിന് നൽകിയ പേര്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഈ പറഞ്ഞ സൈനികരിൽ കുറെ ഇന്ത്യൻസ് ഉണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തില്. കുറെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് നൽകിയ തോക്കുകൾ, എൻഫീൽഡ് തോക്കുകളിൽ അതിൽ തിരയൊക്കെ ഉണ്ടല്ലോ, അതിൽ ഉപയോഗിക്കുന്ന തിരയിൽ ഈ പശുവിന്റെ പന്നിയുടെയും കൊഴുപ്പൊക്കെ ഉപയോഗിച്ചത് നമുക്കൊരു പ്രശ്നം പോലെയായി. അതായത് ആ റിലീജിയന് പെട്ടവർക്കൊക്കെ ഈ പറഞ്ഞ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിക്കുന്നു എന്നറിഞ്ഞത് അവർക്കതൊരു ബുദ്ധിമുട്ടായി തോന്നി. നമുക്കറിയണ കാര്യമാണ്, അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പശുവിന്റെയും പന്നിയുടെയും ഒക്കെ കൊഴുപ്പ് ഉപയോഗിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ തുച്ഛമായ ശമ്പളം ഇവർക്കൊക്കെ കൊടുത്തിരുന്നത്, വളരെ പൈസ കുറവാണ് കൊടുത്തിരുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ നല്ല രീതിയിൽ ഇവരുടെ വ്യക്തിത്വത്തെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ നല്ല പീഡനങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഈ പറഞ്ഞ സൈനികര് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമരം പോലെ ഒന്ന് അവര് ഒരു റിവോൾട്ട് പോലെ തുടങ്ങാനായിട്ടുള്ള കാരണം എന്ന് പറയണത്. ഓക്കെ, അപ്പൊ 1857 ഈ കാരണം, മെയിൻ ആയിട്ടുള്ള കാരണം ഈ സൈനികർക്ക് പുതിയതായിട്ട് നൽകിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും ഒക്കെ കൊഴുപ്പ് ഉപയോഗിച്ചതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ദീർഘനേരം ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു, അതും ഒരു റീസൺ ആണ്. പിന്നെ അത് അവധിയൊന്നും കൊടുക്കില്ല, തുച്ഛമായ ശമ്പളത്തില് ഇവരെ അടിമകളെ പോലെ ഇവരോട് പെരുമാറി. ഇങ്ങനെയൊക്കെയാണ് ഈ സിപ്പായിമാര് ഈ പറഞ്ഞ ഈ ലഹള ഉണ്ടാക്കാനായിട്ടുള്ള കാരണം. അപ്പൊ ഈ 1857 കലാപത്തിന് നേതൃത്വം കൊടുത്ത ഒരു സിപ്പായിമാരാണെന്ന് പറയാം. സിപ്പായിമാർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികരാണ്. പിന്നെ അടുത്തൊരു ആൾക്കാര് ഈ റിവോൾട്ടിനെതിരെ, ഈ 1857 റിവോൾട്ടിൽ ജോയിൻ ചെയ്ത ആൾക്കാരാണ് ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച നാട്ടുരാജാക്കന്മാര്. അതായത് ഈ ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇനി പറയും ദത്തവകാശ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഈ അവകാശികളില്ലാത്ത, മക്കളില്ലാത്ത നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദത്തെടുക്കും, മക്കളെ ദത്തെടുക്കും, അനന്തരാവകാശിയായിട്ട് ദത്തെടുക്കും. പക്ഷെ ബ്രിട്ടീഷുകാര് പിന്നീട് കൊണ്ടുവന്നു, ഈ ഇങ്ങനെ ദത്തെടുത്ത മക്കളെ സമ്മതിക്കില്ല, അവർക്ക് അവകാശമൊന്നും ഇല്ലാന്ന്. അപ്പൊ അവരുടെ നാട്ടുരാജ്യം, അങ്ങനെയുള്ള നാട്ടുരാജ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ബ്രിട്ടീഷുകാരോട് കൂട്ടിയോജിപ്പിക്കും എന്നൊക്കെ ഒരു നിയമം വന്നു. അപ്പൊ അതുകൊണ്ടാണ് നാട്ടുരാജാക്കന്മാരൊക്കെ, പിന്നീടുള്ള വന്ന നാട്ടുരാജാക്കന്മാരൊക്കെ ഈ റിവോൾട്ടിൽ പങ്കെടുക്കാൻ കാരണം. അപ്പൊ മെയിൻ ആയിട്ട് രണ്ട് കാരണം. സൈനികര് വന്നതിന്റെ കാരണം അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കില്ല, തുച്ഛമായ ശമ്പളം, അവരെ അടിമകളെ കൊണ്ട് പണിയെടുപ്പിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ മറ്റേ തോക്കുകളിലൊക്കെ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടാണ് സൈനികര് ഈ ഒരു 1857 റിവോൾട്ടിലേക്ക് വന്നത്. എന്നാ ഈ പറഞ്ഞ നാട്ടുരാജാക്കന്മാരൊക്കെ ഈ റിവോൾട്ടിൽ പങ്കാളിയാവാനുള്ള കാരണം, മെയിൻ ആയിട്ടുള്ള കാരണം ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് കൊണ്ടാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആരൊന്നും പറയണില്ലല്ലോ. പിന്നെ ഒരു റീസണും കൂടി പറയുന്നുണ്ട്. ഈ പറഞ്ഞ സിപ്പായിമാരുടെ ഈ ലഹളയില് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഈ സൈനികർക്ക് പുതിയതായിട്ട് എൻഫീൽഡ് പശുവിന്റെ പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിക്കുന്നത് കൂടാതെ തന്നെ ഈ പറഞ്ഞ ഇവർക്ക് സിപ്പായിമാർക്ക് കഴിക്കാൻ കൊടുത്തിരുന്ന റൊട്ടി എന്ന് പറഞ്ഞ സാധനം, ഈ ചപ്പാത്തി പോലത്തെ റൊട്ടി, അതില് ഇവരെന്ത് ചെയ്തു, എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടിയാണ്, അത് വെച്ചിട്ടാണ് ഈ ഫുഡ് ഉണ്ടാക്കണേ, റൊട്ടി ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് അംഗീകരിക്കാനും സിപ്പായിമാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ സിപ്പായിമാര് ലഹള ഉണ്ടാക്കാൻ കാരണം. ഓക്കെ, അപ്പൊ ഇത് കൂടാണ്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിരുന്ന സിപ്പായിമാർക്ക്, അതായത് ആ ഇന്ത്യൻ ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികര്, അവർക്ക് കൊടുത്തിരുന്ന റൊട്ടിയില് ഈ പറഞ്ഞ എല്ലുപൊടി ഒക്കെ ചേർത്തുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്
ഈ ഫുഡ് ഉണ്ടാക്കണേ എന്നൊക്കെ ഒരു വാർത്ത സ്പ്രെഡായി. അപ്പോ അങ്ങനെ ഒരു വാർത്ത സ്പ്രെഡ് ആയതും ഇതൊക്കെ ഈ കലാപത്തിന്റെ പെട്ടെന്നുള്ള ഒരു കാരണങ്ങളാണ്. ഓക്കെ. ഇതൊക്കെ ഈ 2 റീസൺ കൊണ്ട് സൈനികര് പ്രകോപിതരാവുകയും കലാപത്തിനൊക്കെ തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരാളാണ് മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയാണ് ഈ ശിപ്പായികൾക്കിടയിൽ നിന്നും ആദ്യമായിട്ട് പ്രതിഷേധം ഉയർത്തിയ വ്യക്തിയാണ് മംഗൾ പാണ്ഡെ. ഓക്കെ. ഇനി ഈ 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയും കൂടിയാണ് മംഗൾ പാണ്ഡെ എന്ന് പറഞ്ഞ വ്യക്തി. ഓക്കെ. മംഗൾ പാണ്ഡെയാണ് ഈ ശിപ്പായി ലഹളയുടെ ആദ്യത്തെ രക്തസാക്ഷി. ഇനി ഈ മംഗൾ പാണ്ഡെനെ തൂക്കിലേറ്റിയ വർഷമാണ് 1857 ഏപ്രിൽ 8-ാം തീയതി മംഗൾ പാണ്ഡെനെ തൂക്കിലേറ്റി. ഇനി അദ്ദേഹം 34-ാം ബംഗാൾ തദ്ദേശീയ 34th ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രിയുടെ ആ പട്ടാള യൂണിറ്റിൽ അംഗമായിരുന്നു കേട്ടോ. ഇത് ഏത് നമ്പറാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ 34-ാമത് ബംഗാൾ തദ്ദേശീയ കാലാൾപ്പടയിലെ അംഗമായിരുന്നു മംഗൾ പാണ്ഡെ. അപ്പൊ ഈ മംഗൾ പാണ്ഡെയാണ് ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായിട്ട് പ്രതിഷേധം ഉയർത്തിയത്. ഈ പ്രതിഷേധം ഉയർത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹം ആദ്യത്തെ രക്തസാക്ഷിയായി. അങ്ങനെ അദ്ദേഹത്തെ 1857 ഏപ്രിൽ 8-ാം തീയതി തൂക്കിക്കൊല്ലുകയാണ് ചെയ്യണത്. ഇനി ഈ കലാപത്തിൽ 1857 ഇതിന്റെ ബാക്കിയായിട്ട് പറയാം. 1857 കലാപത്തില് കർഷകരും കരകൗശല തൊഴിലാളികളും ഒക്കെ ഇവരുടെ കൂടെ പങ്കെടുത്തിരുന്നു. കാര്യം ഇവർക്കൊക്കെ ദുരിതങ്ങളാണ്. ഈ കരകൗശല തൊഴിലാളികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച ബ്രിട്ടനിൽ നിന്ന് ഉൽപ്പാദിച്ച സാധനങ്ങൾ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് വില ഭയങ്കര കൂടുതലായിട്ട് നിൽക്കും. കാര്യം ബ്രിട്ടൻകാര് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്ക് അത്ര വലിയ വിലയില്ല. കാര്യം അവിടെ പ്രൊഡക്ഷൻ അവർ വലിയ ഫാക്ടറീസിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ പ്രൊഡക്ഷനും അവിടെ കൂടുതലായതുകൊണ്ട് അവർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പൈസ കുറവായിരിക്കും. എന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണ ആൾക്കാര് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് പൈസ കൂടുതലായിരിക്കും. നമുക്കറിയാലോ ഇപ്പോഴായാലും ഈ പറഞ്ഞ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കൈകൊണ്ടുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡിനൊക്കെ ഭയങ്കര പൈസ കൂടുതലാണല്ലോ. എന്നാൽ ഫാക്ടറിയിൽ നിന്ന് ഒക്കെ ലോ കോസ്റ്റ് പ്രൊഡക്ഷനിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾക്ക് അത്ര വലിയ വിലയില്ലല്ലോ. അതൊക്കെ ഒരു റീസൺ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ ഈ മംഗൾ പാണ്ഡെനെ തൂക്കിലേറ്റാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു, ഈ പുതിയ തെര ഉപയോഗിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ മംഗൾ പാണ്ഡെ അതിന്റെ പ്രതിഷേധാർത്ഥമായിട്ട് അവിടെ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടി ഉയർത്തു. ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടി ഉയർത്തുകൊണ്ടാണ് വെടി ഉതിർത്തുകൊണ്ട് ആണ് ഈ പറഞ്ഞ മംഗൾ പാണ്ഡെനെ തൂക്കിക്കൊന്നത് കേട്ടോ. ഓക്കെ. പുതിയതായിട്ട് കൊണ്ടുവന്ന ഈ തിര അതിൽ നമ്മൾ പറഞ്ഞു പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ചേർത്ത തിരകളാണെന്നൊരു വാർത്ത സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ തിര ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ മംഗൾ പാണ്ഡെ പ്രതിഷേധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെതിരെ വെടിവെച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഈ മംഗൾ പാണ്ഡെനെ തൂക്കിലേറ്റി കൊന്നത്. അത് 1857 ഏപ്രിൽ 8-ാം തീയതിയാണ് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു നാട്ടുരാജാക്കന്മാര്. ഇനി അടുത്തൊരു വിഭാഗം ആൾക്കാരാണ് നാട്ടുരാജാക്കന്മാര്. ഈ 1857 റിവോൾട്ടിലേക്ക് കടന്നു വന്ന കുറച്ച് ആൾക്കാര്. അതിന്റെ മെയിൻ കാരണം ദത്തവകാശ നിരോധന നിയമം തന്നെയാണ്. ഓക്കെ. അപ്പൊ അടുത്തേക്ക് പോവാം. അതില് കുറച്ച് പേരുടെ പേരുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്നാമത് ഈ 1857 റിവോൾട്ടിൽ പങ്കെടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ആളാണ് താന്തിയ തോപ്പി. ഇനി അദ്ദേഹം ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. അതായത് നമ്മുടെ പഴശ്ശിരാജയുടെ ഒക്കെ ഒരു യുദ്ധമുറയാണ് ഈ ഗറില്ല യുദ്ധമുറ എന്ന് പറയുന്നത്. അടിച്ചിട്ട് ഇങ്ങനെ കടന്നു കളയും, ആളെ കിട്ടില്ല. അപ്പൊ അതാണ് ഈ പറഞ്ഞ താന്തിയ തോപ്പിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നെയിമാണ് രാമചന്ദ്ര പാണ്ഡുരംഗ. ഇനി ഇദ്ദേഹം നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയാണ്. നാനാ സാഹിബ് ആരാണെന്ന് നമ്മൾ പഠിക്കും. ഇനി ഇദ്ദേഹം ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിനെ ഒക്കെ സഹായിച്ച ഒരു വ്യക്തിയാണ്. ഓക്കെ. അപ്പൊ താന്തിയ തോപ്പി, ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം പഠിക്കുക രാമചന്ദ്ര പാണ്ഡുരംഗ. ഇവരൊക്കെ ഈ പറഞ്ഞ 1857 റിവോൾട്ടിൽ പങ്കെടുത്തവരാണ്. ഒരാൾക്കാർ നമ്മൾ പറഞ്ഞു സൈനികരാണ്.
ആ സൈനിക വിഭാഗത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ പിന്നെ നമ്മൾ പറയാൻ പോണത് ഇനി പറയണവരൊക്കെ നാട്ടുരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഈ ദാന്തിയ തോപ്പി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗയാണ്. ഈ നാനാ സാഹിബ് എന്ന് പറഞ്ഞ ആളുടെ പട്ടാള മേധാവിയായിരുന്നു അദ്ദേഹം. ഓക്കെ. ഇനി ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിനെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഇനി ഈ നാനാ സാഹിബാണ് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്. നാനാ സാഹിബ് ആയിരുന്നു 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നൊക്കെ പറയണത്. ഇനി ഒരു നാട്ടുരാജാവ് പോലെയുള്ള ഒരു രാജാവായിരുന്നു പേഷ്വ ബാജി റാവു. അദ്ദേഹത്തിന്റെ ദത്തുപുത്രനാണ് ഈ പറഞ്ഞ നാനാ സാഹിബ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ആ നിയമപ്രകാരം എന്താ പറഞ്ഞ മക്കളില്ലാത്ത ആൾക്കാര് ഈ പറഞ്ഞ അവരുടെ അനന്തരാവകാശിയായിട്ട് ദത്തെടുക്കും. പക്ഷെ ബ്രിട്ടീഷുകാർ പറഞ്ഞു അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് നാട്ടുരാജ്യം നഷ്ടപ്പെടും. ഓക്കെ, നമുക്ക് അതൊന്ന് നോക്കിയിട്ട് പോവാം. ദത്താവകാശ നിരോധന നിയമം. ദത്താവകാശ നിരോധന നിയമപ്രകാരം അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കും എന്ന് പറയുന്ന നിയമമാണ് ഈ പറഞ്ഞ ദത്താവകാശ നിരോധന നിയമം. അപ്പൊ ആ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണഗതിയിൽ എന്താ ചെയ്യാ, മക്കളില്ലെങ്കിൽ ഒരാളെ ദത്തെടുക്കും. പക്ഷെ അങ്ങനെ ദത്തെടുക്കുന്ന കുട്ടികൾക്ക് നാട്ടുരാജ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു നിയമമാണ് ഈ പറഞ്ഞ ദത്തവകാശ നിരോധന നിയമം. ഇത് നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ് കേട്ടോ. ഇനി ദത്തവകാശ നിരോധന നിയമം ആദ്യമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് സത്താറ. ആദ്യമായിട്ട് കൂട്ടിച്ചേർത്ത പിന്നെ ഒരു സൈനിക സഹായ വ്യവസ്ഥയൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രകാരം എന്താ പറയണമെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ അവരുടെ നാട്ടുരാജ്യത്ത് നിർത്തണം. നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുരാജാക്കന്മാര് തന്നെ ഇവർക്ക് ഈ ബ്രിട്ടീഷ് സൈനികർക്ക് ചെല്ലും ചെലവൊക്കെ കൊടുക്കണം. ആകെയുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യത്തെ വേറെ ആൾക്കാര്, വേറെ നാട്ടുരാജാക്കന്മാരോ വേറെ ആൾക്കാരോ വന്ന് ആക്രമിക്കാണ്ട് ബ്രിട്ടീഷുകാർ പ്രൊട്ടക്ട് ചെയ്യും. ബ്രിട്ടീഷ് സൈന്യം പ്രൊട്ടക്ട് ചെയ്യുന്ന പറയുന്ന ഒരു സംഭവമാണ് ഈ സൈനിക സഹായ വ്യവസ്ഥ. അത് പ്രകാരം ഈ പറഞ്ഞ കുറെ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് സത്താറ. ഇനി ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ചോദിച്ചാൽ അത് അവധാണ്. ആദ്യമായിട്ട് കൂട്ടിച്ചേർത്തത് സത്താറയും അവസാനമായിട്ട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം അവധുവാണ്. ഓക്കെ. ഇനി ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അപ്പൊ അവധിലെ നവാബ് വാജിദ് അലിഷായി ആണ്. അവധാണല്ലോ നമ്മൾ പറഞ്ഞു അവസാനം കൂട്ടിച്ചേർത്തതാണ് ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം. അപ്പൊ അവസാനം കൂട്ടിച്ചേർത്തത് വാജിദ് അലിഷായി ആണ്. ഇനി ഈ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു ആണെങ്കിലും 1848 ഡൽഹൌസി പ്രഭു ആണെങ്കിലും ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. 1859 കാനിങ് പ്രഭു ആണ് ഈ സാധനം നിരോധിച്ചത്, ഈ നിയമം പിൻവലിച്ചത്. അതിന് കാരണമുണ്ട്, നമ്മുടെ ഈ റിവോൾട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. ഇനി ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റ് രാജ്യങ്ങളാണ് നാട്ടുരാജ്യങ്ങളാണ് ജയ്പൂർ, സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി ഒക്കെ. ഓക്കെ, ഇത്രയും ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങളാണ് ജയ്പൂര്, സാമ്പൽപൂര്, ഉദയ്പൂര്, നാഗ്പൂർ, ഝാൻസി. ഇതിൽ താഴെ തന്നവയിൽ പെടാത്തത് ഏതാന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ജയ്പൂർ, സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി ഒക്കെ ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങളാണ്. ഇനി ഈ ഡൽഹൌസി പ്രഭു അവധിനെ വിശേഷിപ്പിച്ചതാണ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് അവധിനെയാണ്. അവധിനെയാണല്ലോ ഏറ്റവും അവസാനം ഈ നിയമപ്രകാരം കൂട്ടിച്ചേർത്തത്. ഓക്കെ, അപ്പൊ ഈ ദത്തവകാശ നിരോധന നിയമം പ്രകാരം ആണ് അദ്ദേഹം പറഞ്ഞ, അത് വെച്ചിട്ട് പറഞ്ഞതാണ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിയാണ് എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു. ഇനി ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നും അവധിനെ വിശേഷിപ്പിച്ചിരുന്നു. ഇനി ഈ ബ്രിട്ടീഷുകാര് അവധ് ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം പിടിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അന്നത്തെ അവിടുത്തെ നവാബായിരുന്ന വാജിദ് അലിഷായെ കൽക്കട്ടയിലേക്ക് നാട് കടത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു കാനിങ് പ്രഭു ആണ് ഈ ദത്തവകാശ നിരോധന നിയമം
പിൻവലിച്ചത്. ഇനി ദത്തവകാശ നിരോധന നിയമം ഉപയോഗിച്ച് 1824 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഒരു ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് കിട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നിങ്ങൾ ബുക്കൊക്കെ വായിക്കുകയാണെങ്കിൽ കിട്ടൂർ ചെന്നമ്മ എന്ന് പറഞ്ഞ ഒരാള് പറ്റി കേട്ടുണ്ടാവും. അദ്ദേഹം ഭർത്താവിന്റെ മകന്റെ മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്തതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിയാണ് കിട്ടൂർ ചെന്നമ്മ. ഓക്കെ, അപ്പൊ ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാര് പിടിച്ചെടുത്ത ഒരു ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് കിട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം. അത് കിട്ടൂര ചെന്നമ്മയുടെ ഭർത്താവും മോനും മരിച്ചു കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാർ ഈ നിയമം പറഞ്ഞ് ഈ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ ഇതിനോട് കൂട്ടിച്ചേർത്തു. അപ്പൊ അത് പിടിച്ചെടുക്കാൻ പോയപ്പോ അതിനെതിരെ പോരാടിയ വ്യക്തിയാണ് കിട്ടൂർ ചെന്നമ്മ. ഓക്കെ, ക്ലിയർ ആയോ? ദത്തവകാശ നിരോധന നിയമം ക്ലിയർ ആയോ? വർഷം ഇമ്പോർട്ടന്റ് ആണ്. ആരാ കൊണ്ടുവന്നത്, ആരാ അവസാനിപ്പിച്ചത് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ബാക്കി ആരും പറയണില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെയും കൂടി നോക്കാം. താന്തിയ തോപ്പി നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ് കേട്ടോ. ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ്. ഓക്കെ, ഇനി നാനാ സാഹിബ് നമ്മൾ പറഞ്ഞു 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബ് ആയിരുന്നു. പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ് ഈ പറഞ്ഞ നാനാ സാഹിബ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ദൊണ്ടു പന്ത് കേട്ടോ. നാനാ സാഹിബിന്റെ ആണ് ദൊണ്ടു പന്ത്. ഈ താന്തിയ തോപ്പിയുടെ രാമചന്ദ്ര പാണ്ഡുരംഗ കേട്ടോ. ഈ തൊപ്പിയൊക്കെ വെക്കണത് തല മുട്ട അടിച്ചു കഴിയുമ്പോ അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും പാണ്ട് വന്ന് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. ഒക്കെ കണക്ട് ചെയ്യാൻ പറയണത് വെറുതെ പറയണതാണ് കേട്ടോ. ഓക്കെ, നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമാണ് ദൊണ്ടു പന്ത് കേട്ടോ. ദൊണ്ടു പന്താണ് ഈ പറഞ്ഞ നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം കേട്ടോ, ദൊണ്ടു പന്ത്. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. ഇത് ഓരോ സ്ഥലങ്ങളിലും ആരാണ് നേതൃത്വം നൽകിയെന്നോ ഇമ്പോർട്ടന്റ് ആണ്. കാൺപൂരില് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് കേട്ടോ. നാനാ സാഹിബാണ് കാൺപൂരില്. ഓക്കെ, ഞാൻ നിന്നെ കാണട്ടെ എന്നുള്ള രീതിയിൽ നാനാ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കാം. അപ്പോ കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് കേട്ടോ. ഇനി ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം സത്യം പറഞ്ഞ അവസാനത്തെ മുഗൾ രാജാവായിരുന്നു. ഈ പറഞ്ഞ അദ്ദേഹം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം എന്ന് പറയണത്. ഈ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറഞ്ഞ ആള്. അദ്ദേഹത്തിന്റെ വേറെ പേരാണ് ബഹദൂർ ഷാ സഫർ. ഇനി ഈ വിപ്ലവകാരികള് മീററ്റിൽ നമ്മൾ പറഞ്ഞു ഈ വിപ്ലവം തുടങ്ങി വെച്ചത് മീററ്റിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മീററ്റിൽ നിന്ന് പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം തന്നെ ഈ ഡൽഹി അങ്ങോട്ട് പിടിച്ചെടുത്തു. നമ്മുടെ മീററ്റിൽ നിന്നാണല്ലോ ഈ 1857 റിവോൾട്ട് തുടങ്ങിയത്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഈ 1857 ഈ റിവോൾട്ടില് ഈ മീററ്റിൽ നിന്ന് പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം പോയി ഡൽഹി പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഡൽഹി പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോ അപ്പൊ ബഹദൂർ ഷാ രണ്ടാമൻ എന്താ പറയാ ഈ വിപ്ലവകാരികൾ പറയണത് ഈ ബഹദൂർ ഷാ രണ്ടാമന് കേൾക്കേണ്ടി വന്നു. അതായത് അദ്ദേഹത്തിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു ഇതിന് നേതൃത്വം കൊടുക്കാൻ, ഈ റിവോൾട്ടിന് നേതൃത്വം കൊടുക്കാൻ പറഞ്ഞ കഷ്ടപ്പെട്ട അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഇതിലേക്ക് കൊണ്ടുവന്നാണ് ഈ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അപ്പോ ഡൽഹിയിൽ ഇത് നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇദ്ദേഹം ഈ പറഞ്ഞ കലാപത്തിൽ പങ്കെടുത്ത് ഈ റിവോൾട്ട് ഈ വിപ്ലവകാരികളുടെ ഈ പറഞ്ഞ അവരുടെ ഒരു നിബന്ധന കൊണ്ടാണ് ഈ ബഹദൂർ ഷാ രണ്ടാമൻ ഇതിന് പങ്കെടുത്തത്. ഡൽഹിയിൽ ബഹദൂർ ഷായോട് കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാർ ആയിരുന്നു ഭക്ത് ഖാൻ എന്ന് പറയണത് കേട്ടോ.
ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാർ ആയിരുന്നു ഭക്ത് ഖാൻ. അപ്പൊ ഈ ഡൽഹിയിൽ ഈ ബഹദൂർ ഷായോട് കൂടി കലാപത്തിൽ പങ്കുചേർന്ന വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പൊ മീററ്റിൽ നിന്ന് പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയത് ഡൽഹിയാണ്. എന്നിട്ട് ഈ പറഞ്ഞ ബഹദൂർ ഷാ രണ്ടാമനെ, അല്ലെങ്കിൽ അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ പറഞ്ഞു, നിങ്ങളാണ് ഇന്ത്യയുടെ ചക്രവർത്തി, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഭരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഈ റിവോൾട്ടിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായി ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിക്ക വിളംബരമാണ് അസംഗഡ് വിളംബരം. അപ്പൊ ഈ അസംഗഡ് വിളംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട ഒരു വിളംബരമാണ്. നമ്മുടെ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിളംബരമാണ് അസംഗഡ് വിളംബരം. ഇനി അടുത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ബഹദൂർ ഷാ സെക്കൻഡ് എവിടെയാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിലാണ്. കാൺപൂരിലെ ആരാ? കാൺപൂരിലെ നാനാ സാഹിബ് കേട്ടോ. ഇനി ഓരോരുത്തരെ നമ്മൾ പഠിക്കും. ഇനി അടുത്താണ് ഝാൻസി റാണി. നിങ്ങൾ ഒരുപാട് കഥകളിലും ഒക്കെ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഝാൻസി റാണി എന്ന് പറയണത്. വീരശൂര പരാക്രമിയാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഝാൻസി റാണി എന്ന് പറഞ്ഞ മഹത് വ്യക്തി. അപ്പൊ ഈ ഝാൻസി റാണിയും ഈ പറഞ്ഞ ദത്തവകാശ നിരോധന നിയമം വന്നതുകൊണ്ടാണ് ഝാൻസി റാണിക്കും ഈ പറഞ്ഞ റിവോൾട്ടിൽ പങ്കെടുക്കേണ്ടി വന്നത്. ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് കാരണം. ഇനി ഈ ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിന്റെ ഭാര്യയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റാണി ലക്ഷ്മി ബായി എന്നറിയപ്പെടുന്ന ഝാൻസി റാണി. ഓക്കെ, അപ്പൊ ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിന്റെ ഭാര്യയാണ് ഈ പറഞ്ഞ റാണി ലക്ഷ്മി ബായ്. ഈ ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഈ ഝാൻസി റാണിയെ പ്രകോപിപ്പിച്ചത്. ഇനി ഈ ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥന്റെ പേരാണ് ഹ്യൂഗ് റോസ് കേട്ടോ. ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥന്റെ പേര് ചോദിച്ചാൽ അത് ഹ്യൂഗ് റോസ്. ഇനി ഝാൻസി റാണിയുടെ കുതിരകളാണ് ബാദല്, സാരംഗി, പവൻ എന്നുള്ളത്. 3 കുതിരകൾ ഝാൻസി റാണിക്ക് ഉണ്ടായിരുന്നു. ബാദല്, സാരംഗി, പവൻ എന്ന് പറഞ്ഞ 3 കുതിരകൾ ഝാൻസി റാണിക്ക് ഉണ്ടായിരുന്നു. ഇനി കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയാണ് ബാദൽ എന്ന് പറഞ്ഞ കുതിര കേട്ടോ. ഇനി INAയുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്ന പേരാണ് ഝാൻസി റാണി റെജിമെന്റ്. ഇതൊക്കെ PYQ ആണ് കേട്ടോ. INAയുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയന്റെ പേരായിരുന്നു ഝാൻസി റാണി റെജിമെന്റ്. ഇനി ഝാൻസി റാണി വീരമൃത്യു വരിച്ച ദിവസമാണ് 1858 ജൂൺ 18 കേട്ടോ. 1858 ജൂൺ 18 നമ്മുടെ ഝാൻസി റാണി വീരമൃത്യു വരിച്ചു. ഇനി നമ്മുടെ മംഗൾ പാണ്ഡെ മരിച്ച ദിവസം എന്നാ? മംഗൾ പാണ്ഡെ പറഞ്ഞേ. 1857 ഏപ്രിൽ 8. ആർക്കും ഓർമ്മയില്ലേ മംഗൾ പാണ്ഡെ മരിച്ച ദിവസം? ഏപ്രിൽ 8. വർഷം പറയൂ. വർഷം 1857. 1857 ഏപ്രിൽ 8 തീയതിയാണ് ഈ പറഞ്ഞ മംഗൾ പാണ്ഡെ ആദ്യമായിട്ട് സൈനികരിൽ നിന്ന് ഒരു പ്രതിഷേധം ഏർപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് മംഗൾ പാണ്ഡെ. ആദ്യത്തെ രക്തസാക്ഷിയും കൂടിയാണ്. അദ്ദേഹം മരിച്ചത് 1857 ഏപ്രിൽ 8 തൂക്കിക്കൊന്നതാണ് അദ്ദേഹത്തെ. ഇനി ഝാൻസി റാണി എന്നാ മരിച്ചേ? 1858 ജൂൺ 18. ഝാൻസി റാണി മരിച്ചതെന്നാ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. 1858 ജൂൺ 1858 ജൂൺ 18. 1858 ജൂൺ 18 ഝാൻസി റാണി മരിച്ചത് കേട്ടോ. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാലോ? 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി?
ആയതാ മുഗൾ ചക്രവർത്തി? ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെ? ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന്? ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1857. ഡേറ്റ് അടക്കം വേണേ. ഇതില് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാണ് ഡേറ്റ് കാണിച്ചു തരാം. ഓപ്ഷൻ എ 1857 ഫെബ്രുവരി 10, 1857 മാർച്ച് 10, 1857 ഏപ്രിൽ 10, 1857 മെയ് 10. അപ്പൊ തെറ്റിക്കാണ്ട് പഠിക്കുക. 1857 മെയ് 10 തീയതിയാണ് മീററ്റില് ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് റിവോൾട്ട് തുടങ്ങിയത്. ഓക്കെ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയണ ഈ റിവോൾട്ട് തുടങ്ങിയത് കേട്ടോ. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ ആളാരാ? മംഗൾ പാണ്ഡെ. പറയ്. മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസ് ഒരുപാട് മെയിൻസിനൊക്കെ ചോദിച്ചതാണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആര്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആര്? ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു ആണ് കേട്ടോ. ഡൽഹൌസി പ്രഭു. ഇനി ഓരോ പ്രഭുക്കന്മാരെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് തിരിച്ച് ഝാൻസി റാണിയിലേക്ക് വരാം. ഝാൻസി റാണി നമ്മൾ പറഞ്ഞു ഗംഗാധർ റാവുവിന്റെ ഭാര്യയായിരുന്നു. ദത്തവകാശ നിരോധന നിയമപ്രകാരം ഈ ഝാൻസി പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ഝാൻസി റാണീനെ പ്രകോപിപ്പിച്ചത്. ആൾക്ക് 3 കുതിരകൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ബാദൽ, സാരംഗി, പവൻ. അദ്ദേഹത്തോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനാണ് ഹ്യൂഗോ റോസ്. INAയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നായിരുന്നു. ഝാൻസി റാണി വീരമൃത്യു വരിച്ച ദിവസമാണ് 1858 ജൂൺ 18. ഓക്കെ, ഇനി ഈ ഝാൻസി റാണിയെ പറ്റി കുറെ പേര് വിശേഷിപ്പിച്ചുണ്ട്. അതില് ചോദിച്ചേക്കണത് ആണ് എഴുതിയേക്കണത്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ഝാൻസി റാണീനെ വിശേഷിപ്പിച്ചതാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു വിശേഷിപ്പിച്ചതാണ് കേട്ടോ. ഗാന്ധിജി ഇതൊക്കെ ഓപ്ഷനിൽ കാണും, കൃത്യമായിട്ട് പഠിക്കുക. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇനി ഒരു വിശ്വചരിത്രാവലോകനം എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇനി വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ ആള് തന്നെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് കേട്ടോ, ഹ്യൂഗ്രോസ്. അദ്ദേഹം തന്നെയാണ് കലാപകാരികൾക്കിടയിൽ ഒരേ ഒരു പുരുഷൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ ഝാൻസി റാണിയുടെ ഒരു പവറും ആള് എത്രത്തോളം പിടിച്ചു നിന്നു ആ ഒരു റിവോൾട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. അല്ലെങ്കിൽ ഒരാള് കൂടെ യുദ്ധം ചെയ്തിരുന്ന ആളെ പറ്റി ഇങ്ങനെയൊന്നും സംസാരിക്കില്ലല്ലോ. അപ്പോ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ്, കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് കേട്ടോ. ഇനി 1857 ഈ കലാപത്തിന്റെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ് കേട്ടോ. കൺവർ സിംഗ് ആണ് വന്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ബുദ്ധി കേന്ദ്രം നമ്മൾ നേരത്തെ പഠിച്ചു നാനാ സാഹിബാണ്. അംബാസിഡർ അസിമുള്ള ഖാൻ ആണ് കേട്ടോ. അപ്പൊ 1857 കലാപത്തിന്റെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗും ജവാൻ ഓഫ് ആർക്ക് ഇതൊക്കെ ചോദിക്കണതാണ് കേട്ടോ. ബുദ്ധി കേന്ദ്രം നാനാ സാഹിബ്, അംബാസിഡർ രണ്ടും ആയില് തുടങ്ങണു. അംബാസിഡർ അസിമുള്ള ഖാൻ, ബുദ്ധി കേന്ദ്രം നാനാ സാഹിബ്, ജവാൻ ഓഫ് ആർക്ക് ഝാൻസി റാണി, വന്ധ്യവയോധികൻ കൺവർ സിംഗ് കേട്ടോ. നമ്മൾ ദത്താവകാശ നിരോധന നിയമം പറഞ്ഞതാണ്.
ഇനി ഓരോ സ്ഥലത്തും ഏത് നേതാക്കളാണ് ഈ റിവോൾട്ടിന് നേതൃത്വം കൊടുത്തതെന്നാണ് ഇനി നമ്മൾ പറയണേ. ഝാൻസിയിലും ഗ്വാളിയാറിലും ഈ പറഞ്ഞ റാണി ലക്ഷ്മിബായി, അതായത് നമ്മുടെ ഝാൻസി റാണിയാണ് നേതൃത്വം കൊടുത്തത്. ഝാൻസിയിലും ഗ്വാളിയാറിലും. ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിബായി ആണ്. ഗ്വാളിയാറിൽ രണ്ടുപേര് ചേർന്ന് റാണി ലക്ഷ്മിബായും അതേപോലെ തന്നെ താന്തിയ തോപ്പി. ബീഹാർ അല്ലെങ്കിൽ ബീഹാറിലെ ആരേല് നേതൃത്വം കൊടുത്തത് കൺവർ സിംഗ് ആണ്. കൺവർ സിംഗിന്റെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞല്ലോ. കൺവർ സിംഗ് ആരാ? വന്ധ്യവയോധിക കേട്ടോ. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികനാണ് കൺവർ സിംഗ്. ഓക്കെ, അപ്പൊ ബീഹാർ ആരേല് നേതൃത്വം കൊടുത്തത് കൺവർ സിംഗ് ആണ്. ഡൽഹിയില് നേതൃത്വം കൊടുത്തത് നമ്മൾ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു. ബ്രിട്ടീഷ് ആ സുബേദാറിന്റെ പേരാണ് ജനറൽ ഭക്ത് ഖാൻ, അതേപോലെ ബഹദൂർ ഷാ സെക്കൻഡ്. ഈ രണ്ടുപേര് കൂടിയിട്ടാണ് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത്. ആസാമില് നേതൃത്വം കൊടുത്തത് ദിവാൻ മണിറാം. ദിവാൻ മണിറാം ആണ് ആസാമില്. ഇത് എപ്പോഴും ചോദിക്കണത് തന്നെയാണ് കേട്ടോ. ഇത് കാൺപൂരില് കാണുന്നത് നാനാ സാഹിബ് താന്തിയ തൊപ്പി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ, ഞാൻ ആ തൊപ്പി ഒന്ന് കാണട്ടെ എന്നിങ്ങനെ പറഞ്ഞ് പഠിക്കാം കേട്ടോ. ഓക്കെ, കാൺപൂരില് നാനാ സാഹിബും താന്തിയ തോപ്പിയും കൂടിയാണ് നേതൃത്വം കൊടുത്തത്. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ഞാൻ അത് ഓർത്ത് വെച്ചാണ്, ബീഗം ഹസ്രത്ത് മഹൽ ഭയങ്കര ലക്കുള്ള ആളാണ്. ലക്നൗ, അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചേക്കുന്നതാണ്. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദില് നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ളയാണ്. പറൌത്ത് പർഗാനയില് ഷാമാലും മധുരയില് ദേവി സിംഗുമാണ് നേതൃത്വം കൊടുത്തത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഝാൻസിയില് ഗ്വാളിയാറിലും റാണി ലക്ഷ്മിബായും, ബീഹാർ ആരയില് കൺവർ സിംഗും, ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാൻ, അതേപോലെ തന്നെ ബഹദൂർ ഷാ സെക്കൻഡ്, ആസാം ദിവാൻ മണിറാം, കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, പറൌത്ത് പർഗാന ഷാമൽ, മധുരയില് ദേവി. മധുര മീനാക്ഷി ക്ഷേത്രം എന്നൊക്കെ കേട്ടല്ലോ, അപ്പൊ അവിടെ ഒരു ദേവി ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. മധുരയില് ദേവി സിംഗ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തലയിൽ ഇതൊന്ന് കയറും. ഓക്കെ, അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പറഞ്ഞേ, അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അസംഗാർ പ്രഖ്യാപനം ഓർമ്മയില്ല? സിപ്പായി ലഹളയായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഞാൻ ഓപ്ഷൻ വായിക്കാം. ഇതില് ഈ ഓപ്ഷൻ തെറ്റായത് പറഞ്ഞാൽ മതിയേ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കളാണ് ചോദിച്ചേക്കണത്. ഓപ്ഷൻ എ നാനാ സാഹിബ് താന്തിയ തോപ്പി. ഉണ്ടോ? നാനാ സാഹിബും താന്തിയ തോപ്പി ഉണ്ടോ? ആരും പറയണില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോ നെയിമുകൾ തലയിലേക്ക് കയറിക്കോളും. ഓക്കെ, അടുത്ത ഓപ്ഷൻ ബി ഭക്ത് ഖാനും. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, നാനാ സാഹിബും താന്തിയ തോപ്പിയും എവിടെയായിരുന്നു? അവരുടെ റിവോൾട്ട് പ്ലേസ് എവിടെയായിരുന്നു? ഓക്കെ, കാൺപൂരായിരുന്നു അല്ലെ? കാൺപൂരാണ് ഇത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ സ്ഥലമൊക്കെ എവിടെയാന്ന് അറിയില്ലേ? ഝാൻസി, ഗ്വാളിയാർ, ഈ പറഞ്ഞതൊക്കെ യു പിയിലാണ്. ബീഹാർ നമ്മൾ പറഞ്ഞു, ഡൽഹി, അസം അറിയാം. കാൺപൂര്, പിന്നെ മീററ്റ് എവിടെയോ യു പിയിലാണ് കേട്ടോ. ഗ്വാളിയാർ മധ്യപ്രദേശാണ് കേട്ടോ. സോറി, പറഞ്ഞ തെറ്റിയതാണ്. ഗ്വാളിയാർ മധ്യപ്രദേശ്. ഓക്കെ, ബീഹാർ കേട്ടോ. ബീഹാർ നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്തത് നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. ഓക്കെ, നാനാ സാഹിബും താന്തിയ തോപ്പിയും നമ്മൾ പറഞ്ഞു. ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡ്. ഓക്കെ, ഇനി അടുത്തത് സിദ്ദു
സിദ്ദു കാനു. ഓപ്ഷൻ ഡി കൺവർ സിംഗും ഗോനു. ഇതിലേതാ ശരിയല്ലാത്തത്? ഏത് ഓപ്ഷനാ ശരിയല്ലാത്ത? ഓപ്ഷൻ എ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഓപ്ഷൻ ബി ഭക്ത് ഖാൻ ബഹദൂർ ഷാ സെക്കൻഡ്, ഓപ്ഷൻ സി സിദ്ദു കാനു, ഓപ്ഷൻ ഡി കൺവർ സിംഗ് ഗോനു. കൺവർ സിംഗും ഗോനു ആണോ? അല്ല കേട്ടാ, സിദ്ദും കാനു. സിദ്ദും കാനു നമ്മൾ ഇനി പഠിക്കും. ഇവര് ഈ 1857 വിപ്ലവമായിട്ട് ഇവർക്ക് ബന്ധമില്ല എന്നുള്ളൂ. അത് കഴിഞ്ഞുള്ള ഇതിലൊക്കെ ഗോത്രപരമായിട്ടുള്ള രീതിയിൽ ഈ സിദ്ദു കാനുവിന്റെ നമ്മൾ പഠിക്കൂ കേട്ടോ. ഈ 1857 റിവോൾട്ടിൽ അവരില്ല എന്നുള്ളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിനൊക്കെ മെയിൻസിനൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് ASMന് ചോദിച്ചതാണേ. ഇതിന്റെ ആൻസർ പറഞ്ഞേ. ഞാനിത് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യാൻ, കാരണം ഇത് എപ്പോഴും ചോദിക്കണതായതുകൊണ്ടാണ് കേട്ടോ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കണത്. ഓപ്ഷൻ എ ഡൽഹിയിൽ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായി ആണ്. ശരിയോ തെറ്റോ? ഡൽഹിയിൽ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായി. പറയ്, ബാക്കിയുള്ളവർ പറഞ്ഞേ. ഓക്കെ, അടുത്തത് ബീഹാറിലെ ആരയില്, അപ്പൊ ഡൽഹിയിൽ ആരൊക്കെയാന്ന് പറഞ്ഞോ നിങ്ങള്? ഡൽഹിയിൽ ആരൊക്കെയാ? ഡൽഹിയിൽ ആരായിരുന്നു നേതൃത്വം കൊടുത്തേ? ഡൽഹിയിൽ ആരാ നേതൃത്വം കൊടുത്തേ? വേഗം റെസ്പോണ്ട് ചെയ്യ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ലാഗ് അടിക്കും. നിങ്ങളിത് ഉറച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കണേ. ബഹദൂർ ഷാ സെക്കൻഡും അതേപോലെ തന്നെ ജനറൽ ഭക്ത് ഖാനും കൂടിയിട്ടായിരുന്നു. അടുത്ത ഓപ്ഷൻ ബീഹാറിലെ ആരയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷായി ആണ്. ശരിയാണോ? ബീഹാറിലെ ആരയില് നേതൃത്വം വഹിച്ചത് ആരാ? ബീഹാറിലെ ആരയില് നവാബ് വാജിദ് അലി ഷായി ആണോ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കൺവർ സിംഗ് ആണ് ബീഹാറിലെ ആരയില് നേതൃത്വം വഹിച്ചത് കേട്ടോ. ഇനി അടുത്ത ഓപ്ഷൻ കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബ് ആണ്. ശരിയോ തെറ്റോ? കാൺപൂരിലെ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. ഓക്കെ, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏത്? ജൻസി എന്തോ കൈ ഉയർത്തിണ്ടല്ലോ. ജൻസിക്ക് എന്തെങ്കിലും പറയാണ്ടോ? ഓക്കെ, 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആര്? നാനാ സാഹിബ്. ഇനി നാനാ സാഹിബ് എവിടെയാണ് വിപ്ലവം നയിച്ചേ? കാൺപൂര്. ഇതൊക്കെ എപ്പോഴും ചോദിക്കണതാണ് കേട്ടോ. ഇനി 1857 കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയ എന്ന് വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാ? പറയൂ. ഡൽഹൌസി പ്രഭു. ആദ്യമായിട്ട് ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത സ്ഥലം ഏതാ? ആദ്യമായിട്ട് ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം? സത്താറ അല്ലെ. ഏറ്റവും അവസാനമായിട്ട് കൂട്ടിച്ചേർത്തത് അവധ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഝാൻസിയില് റാണി ലക്ഷ്മിബായും, ഗ്വാളിയറില് റാണി ലക്ഷ്മിബായി താന്തിയ തോപ്പി, ബീഹാറിലെ ആരയില് കൺവർ സിംഗ്, ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാൻ ബഹദൂർ ഷാ സെക്കൻഡ്, ആസാം ദിവാൻ മണിറാം. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, പറൌത്ത് പർഗാന ഷാമൽ, മധുര ദേവി സിംഗ്. ഒന്നും പഠിച്ചില്ലെങ്കിലും 1857 വിപ്ലവം പഠിക്കുമ്പോ ഈ ആൾക്കാർ ആ സ്ഥലവും എങ്കിലും പഠിച്ചിട്ട് പൊക്കോളൂ.
ബാക്കിയൊക്കെ ചോദിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇത് എപ്പോഴെപ്പോഴും ചോദിക്കും. PYQയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചേരുംപടി ചേർക്കലും ഒരുപാട് രീതിയിൽ ചോദിച്ച് വെറുപ്പിച്ചേക്കണ ഒരു ഏരിയയാണ്. ഓക്കെ. പക്ഷെ ഈ സത്യം പറഞ്ഞാൽ ഈ 1857 റിവോൾട്ട് ശരിക്കും പരാജയപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ പരാജയപ്പെടാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ഇന്ത്യയിലെ എല്ലായിടത്തും കലാപങ്ങൾ വ്യാപിച്ചിരുന്നില്ല. അതായത് ഒറ്റ ഒരു ശക്തിയായിട്ട് അങ്ങോട്ട് ഈ പറഞ്ഞ റിവോൾട്ട് എത്തിയില്ലേ. ഇപ്പൊ ഒരു വലിയ പ്രക്ഷോഭം പോലെയൊന്നും ഇപ്പൊ ഒരു സോൾട്ട് സത്യാഗ്രഹം ഒന്നും പോലെയൊന്നും അത്ര വലിയ ഒരു കാര്യമായിട്ടില്ല. ഓരോ പ്രദേശത്തും പല സമയത്തായിട്ടാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നെ ഇത് പ്രാദേശികമായിട്ട് ആ ഏരിയയിൽ മാത്രമായിട്ടാണ് ശക്തി പ്രാപിച്ചോളൂ. അപ്പൊ ഒരുമിച്ചുള്ള ഒരു പൊരുതലായിരുന്നില്ല ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പരാജയം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇതാണ് ആദ്യം ഒരു റിവോൾട്ട് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ എല്ലായിടത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. ഇനി പ്രാദേശികമായ ചില സ്ഥലങ്ങളിൽ മാത്രമേ കലാപം ശക്തമായുള്ളൂ. ഇനി ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹകരിച്ചില്ല. അതൊരു കാരണമാണ്. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങള് അതേപോലെ ഈ നാട്ടുരാജ്യങ്ങൾ പറയാൻ കാരണം ഈ ദത്താവകാശ നിരോധന നിയമം വഴി വന്ന ആൾക്കാരാണല്ലോ. ആ ഒരു പ്രശ്നം വന്നവര് മാത്രമാണ് ഇതിനെതിരെ പൊരുതാൻ നിന്നുള്ളൂ. അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂ വന്ന നാട്ടുരാജ്യങ്ങൾ മാത്രമാണ് ഇതിനെതിരെ പൊരുതിയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ച് അതൊരു ഇഷ്യൂ ആയിട്ടില്ല. അപ്പൊ അത് പൊരുതേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ അതേപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടുകയൊരു വൻകിട കച്ചവടക്കാർ എന്നിവര് ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. അപ്പൊ അതും ഈ കലാപം പരാജയപ്പെടാനുള്ള ഒരു കാരണമാണ്. പിന്നെ നമുക്കറിയാം ഈ കലാപകാരികള് വലിയ സൈനിക പരിശീലനങ്ങളോ ആധുനിക ആയുധങ്ങളോ ഒന്നും അവരുടെ കയ്യിലില്ല. അവരുള്ളത് വെച്ചിട്ട് അവരുടെ നിലനിൽപ്പിന്റെ ഇഷ്യൂ ആയതുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ കലാപത്തിന് ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല. ഒരു നല്ലൊരു ലീഡർഷിപ്പോ അങ്ങനെ ഒരു ആസൂത്രണോ ഒന്നും ഉണ്ടായിരുന്നില്ല. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ നാട്ടുരാജ്യത്തെ ലീഡർഷിപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരു ഗാന്ധിജിയെ പോലെയൊക്കെ ഉള്ള ഒരു ലീഡർ അങ്ങനെയുള്ള ഒരാളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു കൃത്യമായ പ്ലാനിങ് ഒന്നുമില്ല. ഇവിടെ ഒരു സ്ഥലത്ത് തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും ഇത് ബാക്കിയുള്ളവർക്ക് അറിയുക. അപ്പൊ ഇപ്പുറത്തൊന്ന് സ്ട്രോങ് ആയി വരിക. അപ്പൊ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഹിന്ദു മുസ്ലിം ഐക്യമുള്ളതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നതെന്നൊക്കെ പറയുന്നു. പക്ഷെ മെയിൻ ആയിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായില്ല. അതാണ് കാര്യം. കഴിവുള്ള നേതൃത്വത്തിന്റെ അഭാവം ഇതൊക്കെ ഇതിന്റെ ഒരു പ്രശ്നമാണ്. ഇനി ഈ വിപ്ലവം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളെ പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. ഇന്ത്യയിലെ ഈ വിപ്ലവത്തിന്റെ ഫലങ്ങളായിട്ട് പറയണതാണ് ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് ഇതോടുകൂടി അന്ത്യം കുറിച്ചു. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുകയും ചെയ്യും. ഈ പറഞ്ഞ ഈ 1857 റിവോൾട്ട് കഴിഞ്ഞപ്പോ ഇത്ര നാളും നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. അപ്പൊ ഇത് രാജ്ഞി അറിഞ്ഞു കഴിഞ്ഞപ്പോ അത് നിർത്തിച്ച് അത് നേരിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കാൻ തുടങ്ങി. കമ്പനിയുടെ കീഴിലായിരുന്നു മുന്നേ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ കമ്പനിയുടെ ആ പവർ പോയി ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കാൻ തുടങ്ങി ഇന്ത്യനെ. ഇനി കലാപശേഷം സാമൂഹിക പരിഷ്കരണങ്ങളോട് മുഖം തിരിച്ചു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഈ വിപ്ലവത്തിന്റെ ഫലമായിട്ട് ആരംഭിച്ചു. ഈ ബംഗാള് നിങ്ങൾക്കറിയാം. ബംഗാളിന്റെ മെയിൻ ഈ പറഞ്ഞ ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞൊരു വിഭജനം ഉണ്ട്. അത് നമ്മൾ ഇനി പഠിക്കും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടക്കുമ്പോ. ഈ ബംഗാൾ വിഭജനത്തിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതായത് ഈ ബംഗാളിനെ 2 ഏരിയ ആയിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. അതായത് മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു ഏരിയ, ഹിന്ദുക്കൾ കൂടുതലുള്ള ഏരിയ. അപ്പൊ ആ ഒരു പേര് പറഞ്ഞ് ജാതീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ തമ്മിലടിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു പോളിസി ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഈ വിപ്ലവത്തിന്റെ ഫലങ്ങളായിട്ട് വന്നതാണ്. ഞാൻ എന്നുള്ള എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ ബംഗാൾ വിഭജനം. അത് 1905 നടക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യണത് 1857 റിവോൾട്ടാണ്. ഓക്കെ. അപ്പൊ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഒന്നിച്ചു നിന്ന ഭയങ്കര ശക്തിയാണല്ലോ. അപ്പൊ ഇത് ഭിന്നിപ്പിച്ച് കഴിഞ്ഞാൽ പലരും പല വഴിക്ക് ചതറിപ്പോവില്ല. അതാണ് കേസ്. അപ്പൊ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ വേറെ ആർക്കും തൊടാൻ പറ്റില്ല, പുറത്തുനിന്ന് ഒരാൾക്ക് വരാൻ പറ്റില്ല. അപ്പൊ അതിനെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നാണ് അതിനെ പറയാ, ആ ഒരു രീതിയിൽ. ഓക്കെ. ഇന്ത്യൻ ദേശീയതയുടെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും വളർച്ചയ്ക്ക് സഹായകമായി. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്യുന്നു. അപ്പൊ അതിനെതിരെ നമ്മൾ പോരാടണം, ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ കുറെ ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ
ഉടലെടുക്കാനായിട്ട് ഇതൊരു കാരണമായി ഈ വിപ്ലവം. ഇനി 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. അത് നമ്മൾ ഇനി പറയൂ കേട്ടോ. ഇനി ഈ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം, ഈ വിപ്ലവത്തിന്റെ പ്രധാന ഫലമാണ് നമ്മുടെ നേരത്തെ പറഞ്ഞതാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു. ഈ 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നറിയപ്പെടുന്നത്. ഓക്കെ, 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അറിയപ്പെടുന്നതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട. അപ്പൊ ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 1858 വിളംബരത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. അതായത് നമ്മുടെ ഈ കലാപത്തിന്റെ ശേഷം വിക്ടോറിയ രാജ്ഞിക്ക് തോന്നുകയാണ് ഇവരെ ഈ കമ്പനീനെ ഇങ്ങനെ അഴിച്ചുവിട്ടിട്ട് കാര്യമില്ല, അപ്പൊ വിക്ടോറിയ രാജ്ഞി നേരിട്ട് ഇന്ത്യനെ ഭരിക്കാം എന്ന തീരുമാനത്തിലെത്തി. ഇത്ര നാള് കമ്പനി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ഇത്. ഓക്കെ, അങ്ങനെ 1858 വിളംബരത്തിന്റെ ഫലമായിട്ട് ഇന്ത്യൻ ഭരണാധികാരിയായിട്ടുള്ള ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി കേട്ടോ. ഇനി 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേസ്റ്റൺ പ്രഭുവാണ് കേട്ടോ. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്തേക്ക് പോവാം. ഇനി ഈ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുസ്ലിങ്ങള് ഹിന്ദുസ് അങ്ങനെ രണ്ട് ചേരികളാക്കിയിട്ട് ഡിവൈഡ് ആൻഡ് റൂള് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടി നമ്മൾ വീക്കാവും. അതുകൊണ്ട് ഒരുമിച്ച് നിന്നാലാണല്ലോ ശക്തി എന്ന് പറയുന്നത്. അതാണ് കാര്യം. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കാൻ കാരണമായ നിയമമാണ് ഈ പറഞ്ഞ 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം കേട്ടോ. ഇനി 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇനി പറയുന്നത്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായിട്ടും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി. ഇനി ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കേട്ടോ. ഇന്ത്യൻ ജനതയെ ഭരിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഒരു പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കാരണമായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 കേട്ടോ. ഇനി ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. നമ്മൾ നേരത്തെ പറഞ്ഞു ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു ആണെന്ന് പറഞ്ഞു. അപ്പോ ഈ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം സത്യം പറഞ്ഞാൽ ഈ വിപ്ലവം കഴിഞ്ഞതോടുകൂടി നമ്മുടെ വിക്ടോറിയ രാജ്ഞി അവരുടെ അണ്ടറിൽ, ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ, ഡയറക്റ്റ് അണ്ടറിലേക്ക് നമ്മുടെ ഇന്ത്യ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം പോയി. ഈ ഭരണമാറ്റം നമ്മൾ പറഞ്ഞു നേരത്തെ രാജ്ഞിയുടെ അണ്ടറിലായിരുന്നു. അപ്പൊ അത് പ്രകാരം പിൻവലിക്കപ്പെട്ട നിയമമാണ് ഈ ദത്തവകാശ നിരോധന നിയമം. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ആക്ട് ഏതാന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1858, 57 വിപ്ലവം. അത് കഴിഞ്ഞ് 58 ഈ കാര്യം പറയണത്. അപ്പൊ ഈ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് പറയണ പേരാണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയണത്. അപ്പൊ ഈ നിയമപ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പദവിയൊക്കെ പോയിട്ട് കംപ്ലീറ്റ് ഇന്ത്യ
ബ്രിട്ടീഷുകാരുടെ അണ്ടറിലേക്ക് ഡയറക്റ്റ് അണ്ടറിലേക്ക് വരണത് കേട്ടോ. ഇനി ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. നിങ്ങള് മറ്റേ ക്ഷേത്രപ്രവേശന വിളംബരത്തെ മാഗ്ന കാർട്ട എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഓക്കെ. ഇനി 1857 വിപ്ലവത്തിനെ കുറച്ച് പേര് വിശേഷിപ്പിച്ചേക്കണമെന്നാണ് ഇത്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് VD സവർക്കർ രചിച്ച പുസ്തകമാണ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. 1857 അപ്പൊ ഈ സവർക്കർ ആണ് 1857 വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ്. അതിലാണ് ഈ ഫസ്റ്റ് വാർ ഓഫ് ദി ഇൻഡിപെൻഡൻസ് എന്ന് പറയണത്. 1857 റിവോൾട്ടിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയണത് അത് VT സവർക്കർ ആണ് വിശേഷിപ്പിച്ചത്. ചെകുത്താന്റെ കാറ്റ്, ഡെവിൾസ് വിൻഡ് എന്ന് ഇംഗ്ലീഷ്, ചെകുത്താന്റെ കാറ്റ് ഡെവിൾസ് വിൻഡ് എന്ന് ഇംഗ്ലീഷുകാര് വിശേഷിപ്പിച്ചത് ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെയാണ് ഡെവിൾസ് വിൻഡ് അല്ലെങ്കിൽ ചെകുത്താന്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇനി എക്സ്ട്രാ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ. ഇത് ക്ലിയർ ആണോ? അപ്പൊ ക്ലിയർ അല്ലേ? ബാക്കിയുള്ളവർ പറഞ്ഞില്ലല്ലോ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ് സ്ഥലം? ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി. ബംഗാൾ ആരും പറഞ്ഞില്ലല്ലോ. ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി നഴ്സറി എന്ന് പറഞ്ഞ സ്ഥലം ഏത് സ്ഥലത്തെയാണ് ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്ന് പറയണത്? ആർക്കും കിട്ടില്ല? അവധിനെയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അവധ്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സൈനിക സഹായ വ്യവസ്ഥ എന്താണെന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും കയറി വരണതാണ്. നിങ്ങൾ വേണമെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോട്ടോ. ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ് കേട്ടോ. വെല്ലസ്ലി പ്രഭുവിന്റെയാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇപ്പൊ പറയണത് പോയിന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ്. ഈ പറഞ്ഞ വ്യവസ്ഥ ആരംഭിച്ചത് 1798. SCRT-യിലൊക്കെ എടുക്കാനുള്ള പോയിന്റ് ഒക്കെ തന്നെയാണ്. 1798 സൈനിക സഹായ വ്യവസ്ഥ എന്നൊരു വ്യവസ്ഥ വന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂര്, ഇൻഡോർ. ഈ പറഞ്ഞ 3 നാട്ടുരാജ്യങ്ങളാണ് ഈ പറഞ്ഞ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത്. ഏതൊക്കെയാ? ഹൈദരാബാദ്, തഞ്ചാവൂര്, അതേപോലെ തന്നെ ഇൻഡോർ. തഞ്ചാവൂര്, ഇൻഡോർ, അതേപോലെ തന്നെ ഹൈദരാബാദ്. ഇനി എന്തുകൊണ്ടാണ് ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ പങ്കെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി തന്റെ നാട്ടുരാജ്യം സംരക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ ഈ നാട്ടുരാജ്യ ഈ പറഞ്ഞ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെക്കുന്നതോടുകൂടി ബ്രിട്ടീഷുകാര് ഈ പറഞ്ഞ നാട്ടുരാജ്യത്തിന് കമ്പനി സുരക്ഷ കൊടുക്കും എന്ന് പറയണത് കൊണ്ടാണ് ഈ പറഞ്ഞ നാട്ടുരാജ്യങ്ങളൊക്കെ ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെക്കണത്. എന്നാല് ഇത്
ഒപ്പുവെച്ച് കഴിഞ്ഞാലുള്ള മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അവിടെയുള്ള നാട്ടുരാജാക്കന്മാർ ഒരു ഡമ്മി റൂളേഴ്സ് ആയിട്ട് മാറും. ശരിക്കും അവിടെ പിന്നെ ഭരിക്കാൻ പോണത് ബ്രിട്ടീഷുകാരാ. പറയുമ്പോ നാട്ടുരാജ്യത്തിന് സംരക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അധികാരം മുഴുവൻ ബ്രിട്ടന്റെ അണ്ടറിലേക്ക് പോകും അത്. അപ്പൊ അങ്ങനെ ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ അറിയാണ്ടോ അറിഞ്ഞുകൊണ്ടോ ഒപ്പുവെച്ചതായിരിക്കാം. ഹൈദരാബാദ്, തഞ്ചാവൂര്, ഇൻഡോർ ഒക്കെ ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ്. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന് 1798 റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവിന്റെ കാലത്താണ് കേട്ടോ. ഓക്കെ, ഇനി ഈ സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാര് അവരുടെ പ്രതിനിധിയില് ആൾക്കാരെ ഈ പറഞ്ഞ നാട്ടുരാജ്യത്തില് അപ്പോയിന്റ് ചെയ്യും. അപ്പോ ഇവര് ഈ അപ്പോയിന്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ പ്രതിനിധികളെ തീറ്റിപ്പോറ്റേണ്ടത് ഈ നാട്ടുരാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ഇവരുടെ ഒരു പെർമിഷൻ ഇല്ലാണ്ട് വേറെ യൂറോപ്യൻകാരുമായിട്ടുള്ള കൂട്ടോ വേറെ പുറത്തുനിന്നുള്ളവരൊക്കെ ആയിട്ടൊന്നും ഉടമ്പടി വെക്കാനൊന്നും ഇവർക്ക് പറ്റില്ല. ഒക്കെ കംപ്ലീറ്റ് ബ്രിട്ടീഷുകാരെ അണ്ടറിലാവും. മറ്റ് നാട്ടുരാജ്യങ്ങളായിട്ടൊന്നും ഇവർക്ക് സഖ്യത്തിൽ ഏർപ്പെടാനൊന്നും ഉള്ള റൈറ്റ് ഉണ്ടാവില്ല. പിന്നെ ആകെപ്പാടുള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനി ഈ നാട്ടുരാജ്യത്തിന്റെ സുരക്ഷ ഏറ്റെടുക്കും. ഇതിനെ പറയണ പേരാണ് സൈനിക സഹായ വ്യവസ്ഥ. ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വന്നത് 1798 ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ അഡീഷണലി ഒന്ന് വേണമെങ്കിൽ ആഡ് ചെയ്ത് വെച്ചോട്ടാ. ഇനി ഒരു പോയിന്റ് കൂടി ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി. ഈ 1858 നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞി ഒരു വിളംബരം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞല്ലോ. അതാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വിളംബരം എന്ന് പറയുന്നത്. ഈ വിളംബരത്തിന് എതിരെയായിട്ട് ഒരു എതിർ വിളംബരം പുറപ്പെടുവിച്ച ഒരു വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, ബീഗം ഹസ്രത്ത് മഹൽ ഈ പറഞ്ഞ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തിന് എതിരെ പുറപ്പെടുവിച്ച ഒരു എതിർ വിളംബരം പുറപ്പെടുവിച്ചു. അതിനെ പറയണ ആ എതിർ വിളംബരം പുറപ്പെടുവിച്ച വ്യക്തിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് കേട്ടോ. രണ്ടുമൂന്ന് ക്വസ്റ്റ്യൻ കൂടി വേണോ? ഇനി നമ്മൾ വേണമെങ്കിൽ INC-ലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോവാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. ഇത് നിങ്ങൾക്ക് ആൻസർ അറിയുമെങ്കിൽ പറയണേ. ഇതിന് ചോദിക്കാറുള്ളതുകൊണ്ടാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാ? സത്താറ ഉണ്ട്, പിന്നെ കിട്ടിയാ? സാമ്പൽപൂര്, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി, അതേപോലെ സത്താറ, അവതൊക്കെ ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്തതാണ്. ഇനി നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താ? നാനാ സാഹിബ്. ദൊണ്ടു പന്ത്. ഓക്കെ, ഇനി ഈ നമ്മുടെ ഈ കാനിങ് പ്രഭു ആണ് കേട്ടോ
ഈ പറഞ്ഞ 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം ഉണ്ടായില്ലോ, അതേ തുടർന്ന് ആദ്യത്തെ വൈസ്രോയി ആയിട്ട് നിയമിതനായത് കാനിങ് പ്രഭു ആണ് കേട്ടോ. ആ വിളംബരത്തെ തുടർന്ന് ആദ്യത്തെ വൈസ്രോയി ആയത് കാനിങ് പ്രഭു ആണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തു വെക്കാം. ഈ ഡൽഹൌസി പ്രഭുവിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് INC പോവാം. തുടങ്ങി വെക്കണോളൂ, ഞാൻ തീർക്കണമൊന്നുമില്ല. INCയുടെ ഫുൾ നെയിം നിങ്ങൾക്ക് അറിയാലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നതാണ് ഈ പറഞ്ഞ INC എന്ന് പറഞ്ഞ സംഭവം. അതിന്റെ ആദ്യകാല നാമമായിരുന്നു ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്നത് കേട്ടോ. INCയുടെ ആദ്യകാല നാമമാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇനി അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത്. അപ്പൊ INCയുടെ ആദ്യകാല നാമമാണ് ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു വിഭാഗവും AO ഹ്യൂം എന്നാണ് ഈ അലൻ ഒക്ടേവിയൻ ഹ്യൂമിന്റെ ഫുൾ നെയിം ആണ് കേട്ടോ. AO ഹ്യൂം സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന സംഘടനയും ചേർന്നാണ് INC രൂപീകൃതമായത് കേട്ടോ. അപ്പൊ ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജിയുടെയാണ്. അപ്പൊ ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു വിഭാഗവും AO ഹ്യൂം സ്ഥാപിച്ച ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ യൂണിയനും കൂടി ചേർന്നാണ് INC ആയിട്ട് ഫോം ചെയ്തത്. അപ്പൊ ആദ്യകാല നാമമാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ, പിന്നീട് അറിയപ്പെട്ട പേരാണ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് രൂപീകൃതമായത് 1885 ഡിസംബർ 28 ആട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. 1885 ഡിസംബർ 28 INC രൂപീകൃതമായത് കേട്ടോ. ഇനി ഈ 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നവരെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് INC ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ INC ആണ്. അപ്പൊ INCയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ AO ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇനി ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന് അഭിസംബോധന ചെയ്ത വ്യക്തി AO ഹ്യൂം ആണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി AO ഹ്യൂം. ആ പേര് INC ആ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. കൂടുതൽ പോണില്ല, ഇത്ര മതിയോ? ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടോന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി വേണ്ടല്ലോ? ഇനി വേണോ? INCയുടെ ബാക്കി എടുക്കണോ? ഓക്കെ, നമുക്ക് നിർത്താം. 1857 റിവോൾട്ട് കഴിഞ്ഞതല്ലേ? ഓക്കെ, 1857 റിവോൾട്ട് നന്നായിട്ട് പഠിക്കുക. ആ സ്ഥലങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക കേട്ടോ. തെറ്റിക്കാണ്ട് പഠിക്കണം, സമയം എടുത്ത് പഠിക്കുക. എല്ലാ എക്സാമുകളിലും വരാറുള്ള ഒരു ഏരിയ ആണ് 1857 റിവോൾട്ട്. അപ്പൊ ആ നടന്ന സ്ഥലം, അതിന്റെ നേതാക്കന്മാര് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. സമയം എടുത്ത് പഠിക്കുക. ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് തോന്നും, പക്ഷെ തെറ്റിക്കരുത് കേട്ടോ. Okay, thank you.